സയൻസും തമ്മിൽ പോരാട്ടങ്ങളും വാദപ്രതിവാദങ്ങളും നടന്നിട്ടുണ്ട്. മതങ്ങൾക്ക് എങ്ങനെയാണോ മതഗ്രന്ഥങ്ങൾ, ബൈബിള്, ഖുറാന്, ഭഗവത്ഗീത തുടങ്ങിയ മതഗ്രന്ഥങ്ങൾ, അതുപോലെയാണ് സയൻസിന് പരിണാമ സിദ്ധാന്തം എന്ന കാര്യം. എങ്ങനെയാണോ മതഗ്രന്ഥങ്ങളെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് എന്ന രീതിയിൽ സയൻസ് പലപ്പോഴും എവല്യൂഷണറി തിയറിയെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് പലപ്പോഴും ഒരു തരത്തിലുള്ള മതവികാരമായിട്ട് മാറുന്നുണ്ട്. ഒരിക്കലും മാറാത്ത എന്തോ അനിഷേധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പരിണാമ സിദ്ധാന്തം എന്ന് കരുതുന്നവർ ധാരാളമുണ്ട്. എന്നാൽ എല്ലാ സിദ്ധാന്തങ്ങളെ പോലെയും പരിണാമ സിദ്ധാന്തവും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പലരും മറന്നുപോകുന്നു. ഇന്ന് വരുന്ന പഠനങ്ങൾ നമ്മളെ ചൂണ്ടിക്കാട്ടുന്നത് പരിണാമ സിദ്ധാന്തം ഒരു വിപ്ലവത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. പരിണാമ സിദ്ധാന്തത്തെ ഒന്നിൽ ഭാഗികമായിട്ട് മാറ്റുകയോ അതിനെ പൂർണ്ണമായിട്ട് വാർത്തെടുക്കുകയോ ചെയ്യേണ്ട ആവശ്യം വരുന്നതായിട്ട് കഴിഞ്ഞ 1-2 വർഷങ്ങളിലായിട്ട് വരുന്ന പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. നമുക്കറിയാം, നമ്മുടെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് എങ്ങനെയാണ് ജീവരൂപങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത്, അതെങ്ങനെ ഒന്നൊന്നിനെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയുന്നതിന് വലിയ ഒരു ഉപകരണമാണ് ഡാർവിൻ മുന്നോട്ട് വെച്ച് പിന്നീട് അതിനെ ശുദ്ധീകരിച്ചെടുത്ത എവല്യൂഷണറി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തം. ഈ സിദ്ധാന്തം വളരെ കാലമായിട്ട് നമ്മുടെ ജീവന്റെ പരിണാമം, ആദ്യകാലത്തെ ഉൽപ്പത്തിക്ക് ശേഷമുണ്ടായിട്ടുള്ള പരിണാമത്തെക്കുറിച്ച് നല്ല രീതിയിൽ അറിവുകൾ നൽകുകയും നല്ല രീതിയിൽ അതിന് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ മുന്നോട്ട് വയ്ക്കാനും അത് പിന്നീട് നിരീക്ഷണത്തിലൂടെയും പരീക്ഷണത്തിലൂടെയും തെളിയിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിണാമ സിദ്ധാന്തത്തിന്റെ ഇന്ന് വരെയുള്ള കെട്ടുറപ്പിന് വലിയൊരു കാരണമാണ്. എന്നാൽ ഈ പാരമ്പരാഗതമായിട്ടുള്ള പരിണാമ സിദ്ധാന്തത്തിന്റെ ചിന്തകളെ ഇന്ന് ഉലയ്ക്കുന്നതാണ് ഞാൻ സൂചിപ്പിച്ച പുതിയ പഠനങ്ങൾ കാട്ടിത്തരുന്നത്. അതില് 2 ഘടകങ്ങളാണുള്ളത്, 2 അല്ലെങ്കിൽ 3 ഘടകങ്ങൾ. ആദ്യത്തേത് പരിണാമ സിദ്ധാന്തത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള അംശം എന്നുള്ളത് മ്യൂട്ടേഷനെ ബന്ധപ്പെടുത്തിയിട്ടാണ്. നമ്മുടെ ജനിതക ഘടനയിൽ, DNA-യിൽ അല്ലെങ്കിൽ RNA-യിൽ മ്യൂട്ടേഷനുകൾ സംഭവിക്കുന്നു, അതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അത് DNA കോപ്പി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ DNA ക്ഷതമേറ്റിട്ട് അത് റിപ്പയർ ചെയ്യുമ്പോഴോ എല്ലാമാണ് ഈ മ്യൂട്ടേഷനുകൾ സംഭവിക്കുന്നത്. നമ്മൾ പരിണാമ സിദ്ധാന്തത്തിന്റെ കാതലായിട്ട് എടുക്കുന്നത് ഈ മ്യൂട്ടേഷനുകൾ റാൻഡമാണ്. ഇത് ഏതെങ്കിലും ക്രമത്തിന് വിധേയമായിട്ടല്ല, ഇത് റാൻഡമായിട്ട് ഒരു ക്രമവുമില്ലാതെ നിലനിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇതുവരെ കരുതിയിരുന്നത്. ഈ അടുത്ത കാലത്ത് നടന്ന പഠനങ്ങൾ സസ്യങ്ങളിൽ, മനുഷ്യരിൽ, പിന്നെ ഏകകോശ ജീവികൾ, ബാക്ടീരിയ മുതലായ ജീവികളിൽ എല്ലാം നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ മ്യൂട്ടേഷനുകൾ റാൻഡമല്ല, ഇത് നോൺ റാൻഡമാണ്. ഒരു നിയമത്തിന്, എന്തോ നമുക്കറിയാത്ത ഒരു പ്രകൃതി നിയമത്തിന് വിധേയമായിട്ടാണ്, അല്ലെങ്കിൽ നമുക്കിന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാത്ത ഒരു പ്രകൃതി നിയമത്തിന് വിധേയമായിട്ടാണ് ഈ മ്യൂട്ടേഷനുകൾ നിലനിൽക്കുന്നത്. ഈ മ്യൂട്ടേഷനുകൾ വാസ്തവത്തിൽ ചില ജീനുകളെ സ്റ്റേബിളായിട്ട് മാറ്റങ്ങളില്ലാതെ നിലനിർത്താൻ സഹായിക്കും. ചില ജീനുകളെ ആവശ്യമല്ല എന്ന് കാണുന്ന ചില ജീനുകളെ ത്വരിതപ്പെട്ട വേഗത്തിലുള്ള മ്യൂട്ടേഷനുകൾക്ക് വിധേയമാക്കുന്നു. അപ്പോൾ തന്നെ ഈ മ്യൂട്ടേഷനുകളിൽ ഒരു പക്ഷപാതം നമുക്ക് കാണാൻ സാധിക്കും. ചില എസൻഷ്യൽ ജനിത ഘടകങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് മ്യൂട്ടേഷനുകൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് നമ്മൾ ഈ പഠനങ്ങൾ കാട്ടിത്തരുന്നത്. ഇത് മാത്രമല്ല, ഇതിനൊരു ഗണിതശാസ്ത്രപരമായിട്ടുള്ള അടിത്തറയും. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നമ്പർ 3 തിയറിയുടെ ഭാഗമായിട്ട് വരുന്ന സിംഗിൾ ഡിജിറ്റ് ഫംഗ്ഷൻ പോലുള്ള കാര്യങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ മാറ്റങ്ങൾ നിലനിൽക്കുന്നത്. ഈ നോൺ റാൻഡമായിട്ടുള്ള മ്യൂട്ടേഷനുകൾ അത് ജീവനെ അഡാപ്റ്റബിലിറ്റിക്ക് കൂടുതൽ സാധ്യത കൂട്ടുന്നു, എവല്യൂഷനെ കൂടുതൽ കരുത്തുറ്റതും റെസ്പോൺസീവും അതേസമയം കുറച്ചുകൂടെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സാക്കി മാറ്റുന്നു. പരിണാമ സിദ്ധാന്തത്തിൻ്റെ 2ാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷൻ എന്നുള്ളതാണ്. നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ സാധാരണ നിധാരണം, പ്രകൃതി നിധാരണം എന്നൊക്കെ പറയുന്ന കാര്യം, നമുക്ക് ആവശ്യമുള്ള മ്യൂട്ടേഷനുകളെ സെലക്ട് ചെയ്ത് ആ മ്യൂട്ടേഷനുകളിൽ
കൂടെ അതിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്ത് സന്താന ഉൽപ്പത്തിക്ക് കൂടുതൽ സാധ്യതകൾ കൊടുത്ത് ആ മ്യൂട്ടേഷനുകളെ സെലക്ട് ചെയ്യപ്പെടുന്നു. മറ്റ് മ്യൂട്ടേഷനുകളെ അത് തിരസ്കരിക്കുന്നു. സന്താന ഉൽപ്പത്തിക്ക് കൂടുതൽ സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കാത്ത മ്യൂട്ടേഷനുകളെ അത് തള്ളിക്കളയും. ആ രീതിയിലും അതൊരു റാൻഡം പ്രോസസ്സാണ്, ഒരു നിയമവുമില്ല. ഏത് ചേഞ്ചാണ്, ഏത് മാറ്റമാണ് ജീനിൽ കൂടുതൽ സർവൈവലിനെ സഹായിക്കുന്നത്, കൂടുതൽ കാലം ഒരു ജീവിക്ക് ജീവിക്കാൻ സഹായിക്കുന്നത്, ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ സഹായിക്കുന്നത് എന്നത് അതിനെത്ര സന്തതികൾ, എത്ര സന്താനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അതാണ് നാച്ചുറൽ സെലക്ഷനെ, ഏതെങ്കിലും ഒരു ജീനിനെ സെലക്ട് ചെയ്യുന്നതിന് പ്രേരകമായിട്ട് നിൽക്കുന്നത്. ഇതും അങ്ങനെ യാദൃച്ഛികമായിട്ട് നടക്കുന്ന കാര്യമല്ല. നാച്ചുറൽ സെലക്ഷനിലും ഇവല്യൂഷനെ നിയന്ത്രിക്കുന്നുണ്ട്. ചില മാറ്റങ്ങളെ ത്വരിതപ്പെടുത്തുന്നതിനും ചില മാറ്റങ്ങളെ സ്ലോ ഡൗൺ ചെയ്യുന്നതിനും ബ്രേക്ക് അമർത്തുന്നത് പോലെ ഒന്ന് മയപ്പെടുത്തുന്നതിനും അതിൻ്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കുന്നതിനും നാച്ചുറൽ സെലക്ഷൻ കൈകടത്തലുകൾ നടത്തുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ജനറ്റിക് ഡിവേഴ്സിറ്റിയെ മനഃപൂർവ്വം നാച്ചുറൽ സെലക്ഷൻ നിരുത്സാഹപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതിന് ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടേം ലക്ഷ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജനറ്റിക് മ്യൂട്ടേഷനുകളെ മാത്രം സ്വീകരിക്കുക, ആവശ്യമില്ലാത്ത ജനറ്റിക് മ്യൂട്ടേഷനുകളെ തിരസ്കരിക്കുക എന്നുള്ള കാര്യം നാച്ചുറൽ സെലക്ഷനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ട്രേഡ് ഓഫ് ആണ്. ചേഞ്ച് ആവശ്യമുണ്ട്, പക്ഷെ ചേഞ്ചിനെ അവോയ്ഡ് ചെയ്യുക. മാറ്റം ആവശ്യമുണ്ട്, മാറ്റത്തെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നോൺ റാൻഡം മ്യൂട്ടേഷൻസ്, പ്രിഡിക്റ്റബിൾ നാച്ചുറൽ സെലക്ഷൻ, ഇതാകുമ്പോൾ മൂന്നാമത്തെ ഘടകം നമ്മുടെ പരിണാമ സിദ്ധാന്തത്തിൽ നമ്മളെപ്പോഴും വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ളത്, പരിണാമത്തെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതിനെക്കുറിച്ചൊരു പ്രവചനം നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ പല പഠനങ്ങളും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെയല്ല. പരിണാമം പ്രവചനത്തിന് വിധേയമാണ്. പരിണാമം ഒരു ബ്ലൈൻഡ് വാച്ച് മേക്കർ പോലെ ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമല്ല. ഇവിടെ സംഭവിക്കുന്നത് പരിണാമം അതിൻ്റെ പൂർവ്വചരിത്രത്തെ സ്വാധീനത്തോടു കൂടിയാണ് അതിൻ്റെ ഭാവിയിലേക്ക് അത് മുന്നോട്ട് പോകുന്നത്. പൂർവ്വകാലത്ത് ഏതൊക്കെ ജീനുകൾ, ഏതൊക്കെ മ്യൂട്ടേഷൻസ്, എന്തൊക്കെ രീതിയിൽ നാച്ചുറൽ സെലക്ഷൻ ഏതൊക്കെ ട്രെയ്റ്റ്സിനെ സെലക്ട് ചെയ്തു എന്നുള്ളത് ഇനി ഭാവിയിലേക്ക് പോകുന്ന ആ പരിണാമത്തെ അത് സ്വാധീനിക്കുന്നു. അപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജീവജാലങ്ങൾ പരിണമിച്ച് എങ്ങോട്ട് പോകും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പഠനങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പാരലൽ എവല്യൂഷനെ കുറിച്ച് ധാരണകൾ നൽകുന്നു. റാൻഡമായിട്ട് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യത ഒരു റാൻഡം ചാൻസ് ആയിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. പക്ഷേ അതിനേക്കാൾ സാധ്യതയോടുകൂടി പല സസ്യങ്ങളിലും പാരലലായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഒരേ തരത്തിലുള്ള സെലക്ഷൻസ് പോസിബിൾ ആണ്. ഒരേ സമയം ഒരേ തരത്തിലുള്ള പരിണാമത്തിലൂടെ നേടുന്ന ട്രെയ്റ്റ്സ് സാധ്യമാണ്. ഇൻഡിപെൻഡൻ്റ്ലി ജനറ്റിക് ട്രെയ്റ്റ്സ് ആർ ഇവോൾവ്ഡ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പാരലൽ എവല്യൂഷൻ എന്നുള്ള സിദ്ധാന്തം. ജീവോൽപത്തിയിലെല്ലാം ഇത് വളരെ ശ്രദ്ധേയമാണ്. ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഒറിജിൻസ് ഓഫ് ലൈഫ്, ജീവന്റെ വ്യത്യസ്തപ്പെട്ട ഒറിജിൻസ് പോസിബിളാണ് എന്ന് തുടങ്ങി പരിണാമത്തിൽ വ്യത്യസ്തമായിട്ട് പരിണമിക്കാനും സാധ്യമാണ്. എല്ലാം ബന്ധപ്പെട്ടിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ വളരെ സർഫീഷ്യലായിട്ട് ബന്ധപ്പെട്ടിരിക്കണമെന്നില്ല. പക്ഷേ വേറെ ഏതോ ആഴത്തിലുള്ള ഒരു നിയമത്തിന് വിധേയമായി ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പ്രെഡിക്റ്റബിലിറ്റി, അത് ഇവോളബിലിറ്റി ഓഫ് എവല്യൂഷൻ എന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് പണ്ടും ഇതിനെക്കുറിച്ച് ഹൈപ്പോത്തസിസുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സംശയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റ വെച്ച് ഇതിനെ സാധൂകരിക്കാൻ സാധിക്കും. ഈ പഠനങ്ങളെല്ലാം കമ്പ്യൂട്ടർ അനാലിസിസ്, മോളിക്കുലർ ബയോളജി, ജനറ്റിക് അനാലിസിസ്, പ്ലാന്റ് ബയോളജി, മറ്റ് മൈക്രോബയോളജി തുടങ്ങിയ പല ശാഖകളിൽ നിന്നും ഉള്ള ഒരു ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ പഠനങ്ങളെല്ലാം വരുന്നത്. അപ്പോഴിവിടെ നമ്മളെ കൊണ്ടുപോകുന്നത് ഗ്രിഗർ മെൻഡൽ എന്നുള്ള അതിപ്രശസ്തനായിട്ടുള്ള ജനിതക ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവിന്റെ ഒരു കാലഘട്ടത്തിലാണ്. ഗ്രിഗർ മെൻഡൽ വാസ്തവത്തിൽ ഒരു ജൈവശാസ്ത്ര വിദ്യാർത്ഥി ആയിരുന്നില്ല.
അദ്ദേഹം ഒരു ഫിസിക്സ് വിദ്യാർത്ഥിയായിരുന്നു. ഒരു ഫിസിക്സ് അധ്യാപകനാകാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം. അദ്ദേഹം ഒരു സ്കൂൾ ടീച്ചർ ആവാനുള്ള ഒരാഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം 2 പ്രാവശ്യം ഒരു ടെസ്റ്റിന് വിധേയമാകുന്നു, 2 പ്രാവശ്യവും പരാജയപ്പെടുന്നു. പിന്നീട് അദ്ദേഹം ഒരു ക്രൈസ്തവ മഠത്തിൽ ഒരു സന്യാസിയായിട്ട് ജീവിതം ആരംഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സന്യാസ ജീവിതത്തിലെ പരിമിതമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ നിന്ന് അദ്ദേഹത്തിന് ശാസ്ത്രത്തിൽ എന്തെങ്കിലും ചെയ്യാമെങ്കിൽ അത് ചെടികളിൽ, സസ്യങ്ങളിൽ ചില പരീക്ഷണങ്ങൾ നടത്താം എന്നത് മാത്രമേ അദ്ദേഹത്തിന് സാധ്യമായിരുന്നു. അങ്ങനെ അദ്ദേഹം പയറ് വർഗ്ഗങ്ങളിൽ പല ട്രെയ്റ്റ്സ്, നീളം കൂടിയ പയറ്, നീളം കുറഞ്ഞ പയറ്, പല കളറിലുള്ള പൂക്കളുള്ള പയറുകൾ, ഇതെല്ലാം അതിൻ്റെ ഈ സ്വഭാവങ്ങളെ എങ്ങനെ ഹെറിഡിറ്ററി ആയിട്ട് കൈമാറുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള പരീക്ഷണങ്ങൾ നടത്തി ആണ് അദ്ദേഹം പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഹെറിഡിബിലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കെട്ടിയുറപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ അത് ചെയ്യാൻ സാധിക്കുന്നത് അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഉള്ള ഒരു ബയോളജിസ്റ്റിൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറിയിട്ട് ഒരു ഫിസിസിസ്റ്റിൻ്റെ, ഒരു ഗണിതശാസ്ത്രജ്ഞൻ്റെ മൈൻഡ് സെറ്റോടുകൂടി ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ കാര്യം ചെയ്യാൻ സാധിക്കും. ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസിൻ്റെ വലിയ ഒരു എക്സാമ്പിളാണ് ഗ്രിഗർ മെൻഡൽ ചെയ്യുന്നത്. ജീവശാസ്ത്രത്തിൽ ഒരു അഡ്വാൻസ്ഡ് പരിജ്ഞാനമില്ലാത്ത ഒരു വ്യക്തി ജീവശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയുടെ ഫൗണ്ടർ ആവുക, പിതാവായിട്ട് അറിയപ്പെടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. പക്ഷേ ഇനിയുള്ള ശാസ്ത്രം അങ്ങോട്ടാണ് നീങ്ങുന്നത്. ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ്, കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ജൈവശാസ്ത്രം, കെമിസ്ട്രി, മൈക്രോബയോളജി തുടങ്ങിയ പലതരം മേഖലകളെ ചേർത്ത് കോർത്തിണക്കിക്കൊണ്ട് ഒരു പുതിയ എവല്യൂഷണറി തിയറിയിലേക്ക് പോവുകയാണ്. അത് എവല്യൂഷണറി തിയറി തന്നെ ആകുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സയൻസിൻ്റെ ഒരു കോർ ഡോഗ്മ എന്ന് പറയുന്ന എവല്യൂഷണറി തിയറിക്ക് ഇന്ന് പൊട്ടം തട്ടുന്നുണ്ട്. അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ചില ശാസ്ത്രജ്ഞർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പറയുന്ന നോൺ റാൻഡംനെസ്, പ്രെഡിക്റ്റബിലിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ അംശം മാത്രമേ ഉള്ളൂ. ബൈ ആൻഡ് ലാർജ് എവല്യൂഷൻ റാൻഡം ആണെന്നും നോൺ പ്രെഡിക്റ്റബിൾ ആണെന്നും വാദിക്കുന്നവരുണ്ട്. ഈ ചെറിയ അംശമാണ് എന്ന് പറയുന്നതിന് വലിയ കഴമ്പില്ല. കാരണം പരിണാമ സിദ്ധാന്തത്തിനെ സാധൂകരിക്കുന്നത് തന്നെ ചെറിയ മൈന്യൂട്ടായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത ചേഞ്ച്, മാറ്റങ്ങൾ വലിയ കാലഘട്ടത്തിലൂടെ നടക്കുമ്പോഴാണ് എവല്യൂഷൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് എവല്യൂഷണറി തിയറി സ്ഥാപിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന വാദം. അപ്പോൾ അതിലൊരു ചെറിയ വ്യതിയാനം ഉണ്ടാകുന്നു, അത് നമുക്ക് അവഗണിക്കാം എന്ന് പറയുന്നത് പരിണാമ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന തത്വത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് എവല്യൂഷണറി തിയറി തകർന്നടിഞ്ഞു, സയൻസ് തകർന്നടിഞ്ഞു, മതം വിജയിച്ചു എന്നല്ല നമ്മൾ എപ്പോഴും ഗ്രഹിക്കേണ്ടത്. ശാസ്ത്രവും തത്വചിന്തയ്ക്കും അതിൻ്റെതായ സ്ഥാനങ്ങളുണ്ട്. പ്രിഡിക്റ്റ് ചെയ്യുക, പ്രവചിക്കുക, അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ ശ്രമിക്കുക, ഇതാണ് ശാസ്ത്രം ചെയ്യുന്നത്. ആ കാര്യത്തിന് വേണ്ടി ശാസ്ത്രം പുതിയ മോഡലുകൾ ഉണ്ടാക്കും. ഇന്ന് നിലനിൽക്കുന്ന പരിണാമ സിദ്ധാന്തത്തെ മാറ്റിക്കൊണ്ട് പുതിയ തിയറികൾ, ബയോളജി സയൻസിനെ വിശദീകരിക്കാൻ, ജൈവശാസ്ത്രത്തെ വിശദീകരിക്കാൻ, ഒരുപക്ഷെ ജീവന്റെ ഉൽപ്പത്തിയെ പോലും വിശദീകരിക്കാൻ പറ്റുന്ന പുതിയ സിദ്ധാന്തങ്ങൾ, പുതിയ മോഡലുകൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയാണ് ശാസ്ത്രം ആ രീതിയിൽ മുന്നോട്ട് പോകും എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ഈ പുതിയ പഠനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം.